പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി മുസ്ലിം ലീഗും വിവിധ മുസ്ലിം മത സംഘടനകളും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായും CAA ഉയർത്താനാണ് ഇവരുടെ തീരുമാനം. മുമ്പ് ഇതേ വിഷയത്തിൽ പ്രതിഷേധമുയർന്ന ഘട്ടത്തിൽ സമരക്കാർക്കെതിരെ കേസെടുത്ത സംസ്ഥാന സർക്കാരിന്റെ നയവും ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ഇടതുപക്ഷത്തിനും തിരിച്ചടിയാവും. പൗരത്വ നിയമവ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധം വീണ്ടും ശക്തമാക്കാനാണ് മുസ്ലിം സംഘടനകളുടെ തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കവേ മുസ്ലിം സംഘടനകളുടെ സമരത്തിന് രാഷ്ട്രീയ പിന്തുണ നൽകി മുസ്ലിം ലീഗും രംഗത്തു വന്നു കഴിഞ്ഞു. റംസാൻ മാസമായതിനാൽ കടുത്ത സമരത്തിലേക്ക് ആദ്യഘട്ടത്തിൽ നീങ്ങേണ്ട എന്നാണ് തീരുമാനമെങ്കിലും ആവശ്യമെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായും CAA ഉയർത്താനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഫലത്തിൽ അത് ഗുണം ചെയ്യുക UDF-നാവും. മുമ്പ് ഇതേ വിഷയത്തിൽ പ്രതിഷേധമുയർന്ന ഘട്ടത്തിൽ സമരക്കാർക്കെതിരെ കേസെടുത്ത സംസ്ഥാന സർക്കാരിന്റെ നയവും ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് ഇടതുപക്ഷത്തിനും തിരിച്ചടിയാണ്. CAA സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ തള്ളി മുസ്ലിം യൂത്ത് ലീഗ് അടക്കം മുന്നോട്ട് വന്നു കഴിഞ്ഞു. നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഭരണകൂടം ഇക്കാര്യത്തിൽ ഒരു ഡബിൾ റോൾ കളിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നാണ്. നിങ്ങൾ ഈ തമാശ നിർത്തണം. ഒന്നുകിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ചെയ്തതുപോലെ കേരളത്തിലെ മതേതര വിശ്വാസികളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് കാണിച്ച് അതിൻ്റെ പേരിൽ വോട്ട് കിട്ടാൻ വേണ്ടി, അതല്ലെങ്കിൽ കേരളത്തിൽ CAA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കേരളത്തിൽ സമരങ്ങൾ ഉണ്ടാവില്ല. ആ സമരങ്ങളുടെ വീര്യം തകർക്കാൻ ഈ പൗരത്വ നിയമം നടപ്പിലാക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമീപനം കേരളത്തിൽ നിന്ന് ലഭിക്കാൻ ഏത് താല്പര്യമാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കേന്ദ്ര സർക്കാരിനെതിരെയാണെങ്കിൽ പോലും മുസ്ലിം സംഘടനകൾ നടത്തുന്ന പ്രതിഷേധം സംസ്ഥാനത്ത് അതിര് കടന്നാൽ അതിനെതിരെ പോലീസ് നടപടി എടുക്കേണ്ടി വരും. അത് ഫലത്തിൽ പക്ഷേ ഇടതുപക്ഷത്തിനാവും തിരിച്ചടിയാവുക. അതുകൊണ്ട് തന്നെ സമരം ഹൈജാക്ക് ചെയ്യാൻ മുസ്ലിം ലീഗിനെ അനുവദിക്കാതെ യോജിക്കാവുന്ന മുസ്ലിം സംഘടനകളെ വിശ്വാസത്തിലെടുത്ത് അവർക്കൊപ്പം ചേർന്ന് പ്രതിഷേധം നടത്താനാവും CPM അടക്കം ശ്രമിക്കുക. ശ്യാം K. വാര്യർ, അമൃത ന്യൂസ്, കോഴിക്കോട്.